നമസ്കാരം. നികുതി നിരക്കിൽ കുറവ് വരുത്തിയാൽ മദ്യത്തിന് വില കുറയുകയും വിൽപ്പനയിൽ അതിനനുസരണമായ വർധന ഉണ്ടാവുമെന്ന് മദ്യ കമ്പനികളും ബിവറേജസ് കോർപ്പറേഷനും വ്യക്തമാക്കിയിട്ടും നടപടി സ്വീകരിക്കാതെ നികുതി വകുപ്പ്. 5 മാസങ്ങൾക്ക് മുമ്പാണ് ടാക്സ് 251% നിന്ന് 180% കുറയ്ക്കണമെന്ന ആവശ്യമുന്നയിച്ച് മദ്യനിർമ്മാതാക്കൾ സർക്കാരിന് നിവേദനം നൽകിയത്. ഇത് നികുതി വകുപ്പിന്റെ പരിഗണനയ്ക്ക് വിട്ടെങ്കിലും തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ വിൽപ്പന നികുതിയിൽ കുറവ് വരുത്തണമെന്ന ഡിസ്റ്റിലറി ഉടമകളുടെ ആവശ്യം കൊള്ളലാഭം ലക്ഷ്യമിട്ട് സർക്കാർ അവഗണിക്കുകയാണ്. ഇതിന്റെ പരിണിതഫലം നേരിടുന്നത് മദ്യം വാങ്ങുന്നവരാണ്. നികുതി കുറവ് വരുത്തിയാൽ വിൽപ്പനയിലും വരുമാനത്തിലും നല്ല വർധനയുണ്ടാവുമെന്ന നിലപാടാണ് സംസ്ഥാന ബെവറേജസ് കോർപ്പറേഷനും സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്. രാജ്യത്ത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഏറ്റവും വലിയ നികുതി ഈടാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഓരോ ബഡ്ജറ്റിലും മദ്യനികുതിയിൽ വർധന വരുത്തുക എന്നതാണ് കേരളത്തിന്റെ രീതി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 19,700 കോടിയുടെ വിറ്റുവരവാണ് ബെവ്കോ നേടിയത്. 17,000 കോടിയിലധികമാണ് നികുതി ഇനത്തിൽ സർക്കാരിന് ലഭിച്ചത്. സർക്കാരിന്റെ മുഖ്യ വരുമാന സ്രോതസ്സുകളിലൊന്ന് എന്ന തരത്തിലാണ് മദ്യത്തിന്റെ നികുതിയിൽ അടിക്കടി വർധന വരുത്തുന്നത്. എന്നാൽ ഈ വിലവർധന വലിയൊരു ശതമാനത്തിനെ, പ്രത്യേകിച്ച് താഴ്ന്ന വരുമാനത്തിൽപ്പെട്ടവരെ മദ്യത്തിൽ നിന്ന് അകറ്റുമെന്നാണ് മദ്യ കമ്പനികളുടെ വാദം. ഹെർക്കുലീസ് ക്ലാസിക് റം ഫുൾ ബോട്ടിലിന് വെയർഹൌസിൽ നിന്ന് ചില്ലറ വിൽപ്പനശാലയിൽ എത്തുമ്പോഴുള്ള വില 253.56 രൂപയാണ്. ഇതിനൊപ്പം നികുതി ഇനത്തിൽ 636.44 രൂപയും 20 രൂപ സെസ്സും കൂടി ചേരുമ്പോൾ മദ്യം വാങ്ങുന്നവരിൽ നിന്ന് ഈടാക്കുന്ന തുക 910 രൂപയായി ഉയരും. ഈ രീതിയിലാണ് മദ്യത്തിന് കൊള്ളവിലയാകുന്നത്. തമിഴ്നാട്ടിൽ 220%, കർണാടകത്തിൽ 100% നികുതി ഈടാക്കുമ്പോഴാണ് ഇവിടെ 251% ഈടാക്കുന്നത്. മദ്യ കമ്പനികളുടെ വിറ്റുവരവ് നികുതി ഒഴിവാക്കി നൽകുന്നതോടെ സർക്കാരിനുണ്ടാകുന്ന വരുമാന നഷ്ടം നികത്തുന്നതിനാണ് മദ്യനികുതി 3 വർഷം മുമ്പ് സർക്കാർ വർദ്ധിപ്പിച്ചത്. 247% പൊതുവിൽപ്പന നികുതി 251% വർദ്ധിപ്പിക്കുകയായിരുന്നു. മദ്യനിർമ്മാണത്തിന് ചെലവ് കൂടുന്നത് ചൂണ്ടിക്കാട്ടി വില വർദ്ധിപ്പിക്കാൻ മദ്യ കമ്പനികൾ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എന്നാൽ ഇതിന് സർക്കാർ വഴങ്ങാതെ വന്നതോടെ ബിവറേജസ് കോർപ്പറേഷന് മദ്യം വിതരണം ചെയ്യുന്നത് കമ്പനികൾ നിർത്തിയിരുന്നു. ഇത് മദ്യക്ഷാമത്തിലേക്കും വ്യാജമദ്യത്തിലേക്കും എത്തിക്കുമെന്ന ആശങ്ക കാരണം വിറ്റുവരവ് നികുതി ഒഴിവാക്കി നികുതി വർദ്ധിപ്പിക്കുകയായിരുന്നു. ഒന്നുകിൽ ബിവറേജസ് കോർപ്പറേഷൻ നൽകുന്ന മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കാൻ അനുവദിക്കണം, അല്ലെങ്കിൽ വിറ്റുവരവ് നികുതി ഒഴിവാക്കി നൽകണമെന്നതായിരുന്നു മദ്യ കമ്പനികൾ മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യം. 5% മദ്യ കമ്പനികളിൽ നിന്ന് എക്സൈസ് വിറ്റുവരവ് നികുതി ഏർപ്പാടാക്കിയിരുന്നത്. മദ്യത്തിന് കമ്പനികൾ വില കൂട്ടുന്നത് ഭാവിയിൽ പ്രതികൂലമാകുമെന്ന് കണ്ടാണ് ഈ വിറ്റുവരവ് നികുതി ഒഴിവാക്കി കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. വിറ്റുവരവ് ഒഴിവാകുന്നതോടെ സർക്കാരിനുണ്ടാകുന്ന നികുതി നഷ്ടം ഒഴിവാക്കാനാണ് മദ്യത്തിന് 4% വിൽപ്പന നികുതി കൂടി അധികമായി ഈടാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. മദ്യത്തിന്റെ നികുതി ഇപ്പോഴത്തേതിൽ നിന്ന് കുറച്ചാൽ വിൽപ്പന നല്ല നിലയ്ക്ക് വർദ്ധിക്കാനാണ് സാധ്യതയെന്ന് ബെവ്കോ വ്യക്തമാക്കിയിരുന്നു. നികുതി വരുമാനത്തിൽ കുറവും വരില്ല. സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയിട്ടുണ്ടെന്ന് ബെവ്കോ CMD ഹർഷിത ടെല്ലൂരി പറഞ്ഞിരുന്നു.